ഹായ്, കൺഗ്രാറ്റുലേഷൻസ്. തന്റെ പാട്ട് അസലായിരുന്നു. താങ്ക് യു. ഇതെന്താ ബ്ലാക്ക് ബൊക്കെ തന്നിരിക്കുന്നത്? അതിന്റെ അകത്തേക്ക് നോക്കിയേ. ഡയമണ്ട് റിംഗ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ പാടുന്ന പബ് ഉണ്ടല്ലോ, അത് ഈ ബ്ലാക്ക് ബൊക്കെ പോലെയാ. എന്നാൽ നടുക്കുള്ള ഡയമണ്ട് റിംഗ് നിങ്ങള്. ഈ ബൊക്കയിൽ നിന്നും ഡയമണ്ട് റിംഗ് താൻ എങ്ങനെ എടുത്തുവോ, അതേപോലെ തന്റെ ടാലന്റ് ഈ പബ്ബിൽ നിന്ന് പുറത്തെടുത്ത് ഈ ലോകത്തിന് തന്നെ അറിയിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ താനൊരു ഓർഡിനറി സിംഗർ അല്ല. യു ആർ എൻ അമേസിംഗ് സിംഗർ. ഐ എം വെരി ഇംപ്രസ്ഡ്. താങ്ക്സ് ഇൻഡീഡ്. പക്ഷേ നിങ്ങള് ടേക്ക് ഇറ്റ്. ദിസ് ഈസ് മൈ കാർഡ്. കോൾ മീ സം ടൈം. ഹേയ്, നിങ്ങളുടെ ഡയമണ്ട് റിംഗ്. ഹേ, ആ റിംഗ് നിന്റെതാ. ഇനി നീ എന്റേത് മാത്രം. ഓക്കേ, ബൈ, സീ യു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരും. അവന്റെ ആവശ്യം അത് തന്നെ. ഹോട്ടൽ ഏതാണെന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ ബുക്ക് ചെയ്യും. തനിക്ക് പാർട്ടിക്ക് എവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ അവിടെ ടേബിൾ അറേഞ്ച് ചെയ്യും. ഓക്കെ, താൻ എവിടെയാ താമസിക്കുന്നത്? ഇവിടെ HB കോളനിയിലാ. ഓ, ഞാൻ അവിടെ തന്നെ താമസിക്കുന്നത്. HB കോളനി എവിടെ? നേഹ, നീ അങ്ങോട്ട് നന്നായിട്ട് നോക്കി. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വിൽ ഡ്രോപ്പ് യു. യാ ഷുവർ. ഓക്കെ ദെൻ കം ഓൺ. ഇടാ സ്നേഹ ഇത്ര തടിച്ചു പോയല്ലോ. അത് ഞാൻ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഇങ്ങനെ ആയിപ്പോയതാ. ലക്കി ഗേൾ, കം ഓൺ. See you. ഓക്കെ, ഗുഡ് നൈറ്റ്. Thank you. അല്ല, എന്താ കേറുന്നില്ലേ? ബ്രദറിനെ പരിചയപ്പെടുത്തി തരാം. ആർ യു ഷുവർ? ഏയ്, ഒരു കുഴപ്പമില്ല, വാ. ഓക്കെ. വിളിച്ച ഉടനെ പോവോ? വേണ്ടെന്നൊന്നും പറയില്ലേ നീ? ചേട്ടാ, ഇത് കൃഷ്. ഉഷല്ല, കൃഷ്. മനസ്സിലായി. അപ്പുറത്തെ കളി കഴിഞ്ഞു. ഇവിടെ ഒരു കിങ് ആണെങ്കിൽ വെറുതെ വേസ്റ്റ് ആയി പോയിരിക്കുക. ഇത് കറക്റ്റ് ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ അവന്റെ കളി തീരുമായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ രാവിലെ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ചേട്ടൻ ഈ കളി തന്നെയാ കളിച്ചോണ്ടിരുന്നത്. ഇപ്പോഴും അതേ കളി തന്നെ കളിച്ചോണ്ടിരിക്കുന്നത്. എന്താ ഒരു കളിക്ക് ഇത്ര സമയോ? എത്ര സമയം വേണമെങ്കിലും കളിക്കും. എന്നാൽ അവൻ എന്റെ മുമ്പിൽ തോൽക്കണം, അത്രമാത്രം മതി എനിക്ക്. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ, ഞാൻ പോയി കോഫി കൊണ്ടുവരാം. വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കളി ഞാൻ കളിക്കാം. നോ, ഞാൻ സമ്മതിക്കില്ല. അവൻ തന്നെ കളിക്കണം. അതിനിവിടെ ആരും ഇല്ലല്ലോ. ഉണ്ടല്ലോ, രാവിലെ മുതൽ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ? അതേടെ, സമയം പോയില്ലെങ്കിൽ ദിവസം മുഴുവനും കളിക്കും. വേണമെങ്കിൽ ഞാൻ ഇടട്ടെ? മാറി നിൽക്കണതണ്ടി. എന്നാ വേണ്ട. എന്റെ കാർഡ്സിൽ ഞാൻ മാത്രമേ കളിക്കുള്ളൂ. ഡേ, ഞാൻ നിന്റെ കിങ്ങിനെ വെട്ടിയിരിക്കും. നീ എന്റെ ജാക്കിയെ തൊട്ട് നോക്ക്. ഷോ കളി കഴിഞ്ഞു. എടേ ജോണി വാക്കറെ, നിന്റെ കളി ഇതോടെ കഴിഞ്ഞു. വേഗം 100 രൂപ എടുക്ക്. എടാ ബാക്ക് പേപ്പറേ. കൊള്ളാം. ബാക്ക് പേപ്പർ ജോണി വാക്കർ. എന്റെ കയ്യിൽ 100 രൂപ ഇല്ല. എടാ ബ്ലാക്ക് ഡോഗേ, അതെ, കുറെ നേരമായിട്ട് ഞാൻ കളിക്കാന്ന് പറഞ്ഞോണ്ട് നീ എന്നെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കായിരുന്നില്ലേ? നീ കാരണമാണ് ഞാൻ തോറ്റത്. ഒരു 100 രൂപയും എടുക്ക്. ഇത്ര നേരമായിട്ട് അവൻ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നില്ല, അവനോട് തന്നെ ചോദിച്ചാൽ മതി. ആ, എന്നെക്കാളും തേപ്പാണല്ലോ അവൻ. നിന്റെ ഒരു 100 രൂപ ഉണ്ടോ കൊടുക്കാൻ? ഇല്ല, 500 ഉള്ളൂ. 500? 500എങ്കിൽ 500 ഞാൻ പിന്നെ തരാം. താ ഇതാ. നിന്റെ പേരെന്താ? കൃഷ്. വെള്ളം അടിക്കാറുണ്ടോ? ശീലമല്ല. സിഗരറ്റോ? പരിചയമല്ല. ഷംപുവോ? ഇഷ്ടമല്ല. നല്ല പയ്യനായതുകൊണ്ട് എന്റെ പെങ്ങക്ക് നീ ഓക്കെയാണ്, പക്ഷെ എനിക്ക് ഓക്കെ അല്ല. കോഫി എടുത്തോളൂ. താങ്ക് യു. ചേട്ടാ, കൃഷ്ണന്റെ എന്തിനാ കാശ് വാങ്ങിയത്? അളിയന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതുകൊണ്ട് എന്താടി ഒരു തെറ്റ്? അളിയാന്ന് എന്തിനാ വിളിക്കുന്നത്? കോടീശ്വരനെ അളിയാന്ന് വിളിക്കുന്നതിൽ എന്താടി ഒരു തെറ്റ്? ഇദ്ദേഹം എനിക്ക് ജോലി വാങ്ങിച്ചു തന്ന ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാ ചേട്ടാ. അപ്പോൾ ചെയ്തു, ഇപ്പോൾ ചെയ്യുന്നു, ഇനി അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. ശരി, ഓക്കെ, എന്നാ ഞാൻ പോവുകയാണേ. അല്ല, പോകുന്നല്ല, പോയിട്ട് വരാന്ന് പറയേ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോളിയാ. ഓക്കെ, ബൈ, സീ യു. നീ എന്താ കളിക്കുന്നില്ലേ? കോഫിയെങ്കിലും കുടിക്കേ. ഞാൻ കോഫി കഴിച്ചാ പിരിയും. വേണേ അവനോടുക്ക്. എന്റെ അമ്മേ. ചീഫ് ചിയേഴ്സ്. ഈ പ്രോഗ്രാം എത്ര പ്രാവശ്യം കണ്ടാലും കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നല്ലോ. അങ്ങ് പറഞ്ഞത് ശരിയാ. കൊച്ചു പെമ്പിള്ളേരെ കാണുമ്പോ നാവില് കൊതി ഊറുക. എന്റെ പൊന്നോ, നീ അവിടെ ഇവിടെയും തൊടല്ലേ. ഇങ്ങനെ തൊട്ടോണ്ടിരുന്ന എന്റെ മൂഡ് മാറും. പിന്നെ നിനക്കാ പ്രശ്നം. എടാ, കൃഷ്ണി വന്നല്ലോടാ.
ഏത് ചാനലില്? കാറില്. കാറില് കൃഷി വന്നെന്നാ? ആ. അണ്ണ എന്തായി പറയണേ? കൃഷ്വൺ മുത്തുകൃഷ്ണൻ അവന്റെ അപ്പൂപ്പൻ, കൃഷ്ണു മോഹനകൃഷ്ണൻ അവന്റെ അച്ഛൻ, കൃഷ്ത്രി മുരളീകൃഷ്ണൻ അതാണ് ഇവൻ. പുലരുമ്പോഴെ എത്തു പഹയൻ. ഗുഡ് മോർണിംഗ് മാമ. Good morning. എടാ ഗൂഗിള്, എസ്കേപ്പ് പ്ലാൻ ആണെന്ന് തോന്നുന്നു. അവന്റെ ഡീറ്റെയിൽസ് പറയടാ മോനെ. ഉച്ചക്ക് എവിടെ, വൈകുന്നേരം എവിടെ, രാത്രി എവിടെ? സുഖമാണല്ലോ അല്ലേ അമ്മാവാ? മോശമൊന്നുമില്ല. അത് വേറെ ഒന്നുമില്ല. കാലത്ത് മാൽ പ്രാക്ടീസ്, ഉച്ചക്ക് സോളോ പ്രാക്ടീസ്, വൈകുന്നേരം കമ്പൈൻ സ്റ്റഡീസ്. ഇവന്റെ തന്തേ പോലെ ഞാനെന്താ കിഴങ്ങനാ? ഇല്ല അമ്മാവാ. ബട്ടൺ അമർത്തുമ്പോ കമ്പ്യൂട്ടർ ക്ലോസ് ആവുന്നത് പോലെ ഈ വീട്ടിൽ നിന്റെ ചാപ്റ്റർ ക്ലോസ് ആ ആവും. പണി മാത്രം ചെയ്യല്ലേ മാമ. ആ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്താൽ നമ്മുടെ പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം. ആ കൈ ഒന്ന് മാറ്റ്. ഗൂഗിൾ കേട്ടോ, എന്തിനപ്പോ കയറണം? കരച്ചൽ നിർത്തിയിട്ട് എന്താ കാര്യം വെച്ചാ പറ. ആ നെറ്റിലെ ഗൂഗിളിന് ലക്ഷക്കണക്കിന് യൂസേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഗൂഗിളിൽ ഒരു യൂസർ പോലും ഇല്ല. അവന്റെ സിസ്റ്റം നല്ല ഭംഗിയുള്ളതാ. അപ്പൊ സിസ്റ്റം ഭംഗിയായിരുന്ന മാത്രം മതിയോ? എടാ, ഈ സ്കോച്ച് ബോട്ടിലുള്ള സ്കോച്ച് ഉണ്ടല്ലോ, അതൊരു പ്ലാസ്റ്റിക് കവറിൽ ഒഴിച്ച് വിൽക്കുകയാണെങ്കിൽ നീ കുടിക്കോ? എന്റെ പട്ടി പോലും കുടിക്കില്ല. അത് തന്നെ. അവന്റെ സിസ്റ്റത്തിന് ദിവസം 4 യൂസറെങ്കിലും ഉണ്ടാവും. എന്റെ സിസ്റ്റത്തിന് ഒരു യൂസർ പോലും ഇല്ലെങ്കിൽ സ്റ്റക്കായി പോകും മാമ. കരഞ്ഞോണ്ടിരുന്ന നീ അപ്ഡേറ്റ് ആവില്ല. എന്നെ കണ്ടുപിടിക്കാം. കൃഷ്വൺ മേലെ പോയി, ഓക്കെ. കൃഷ്ണു ഫ്ലൈറ്റിൽ കറങ്ങാം, Okay. കൃഷ്ത്രി ഊരുതണ്ട്. Okay. പക്ഷെ ഞാനാണെങ്കിലോ ഇത്രയും വലിയ ബംഗ്ലാവിന്റെ ഓണർ ആയിട്ട് വരച്ച. നീയും അതുപോലെ അവൻ ഇല്ലാത്തപ്പോ അവൻ യൂസ് ചെയ്യുന്ന വസ്തുക്കൾ എടുത്ത് അങ്ങ് യൂസ് ചെയ്തോ. അതും യൂസ് ചെയ്തു. എന്തോന്ന്? അവന്റെ സെല്ല്, കാറ്, സൂട്ട്, എന്നിട്ട് ഒന്നും നടക്കുന്നില്ല. അവൻ ഇറക്കുന്ന നമ്പറുകൾ യൂസ് ചെയ്തോ? ആ എന്നാ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് അവൻ എങ്ങനെയാണ് പെണ്ണുങ്ങളെ വീഴ്ത്തുന്നതെന്ന്. ഞാനും അവൻ ഇറക്കുന്ന അടവുകൾ പയറ്റിടും, എന്നിട്ട് പെൺകുട്ടികളെ വീഴ്ത്തിടും. ജയ് ജയ് സായി, ജയ് ജയ് സായി, ജയ് ജയ് സായി, ജയ് ജയ് സായി ആരതി സായി ബാബാ. തന തന ആരതി സായി എടാ ചക്കരെ, കൃഷ്ണു എത്തിയടാ. അമ്മോ, അദ്ദേഹത്തെ ടെൻഷനാ ബാബാ. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞേക്കണം. പ്ലീസ് പ്ലീസ് പ്ലീസ്. അച്ഛൻ പോയിക്കോളൂടാ. ആരതി സായിബ. തന്ത ഉണ്ടാക്കിയ പായസം മുഴുവനും മുടിച്ചോണ്ട് നടക്കുക. അങ്ങേരും ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞപ്പോ 3 കൂടെ ഒട്ടുക്കത്തെ നാടകം നടത്തുക തെണ്ടികള്. എന്താടാ പിറുവിറുക്കുന്നേ? നിന്റെ സിലിണ്ടർ തകർക്കും ഞാൻ. ഇത് തീരുന്നതിന് മുമ്പ് ടിഫിൻ എടുക്കടാ. ടിഫൻ തരാവടാ. ആരതി സായി ബാബാ. അടിച്ചോ. എടാ എടാ, അളിയൻ വന്നടാ. ഡാഡി സോറി ബാബാ. ഡാഡി ഷൂസ്. അച്ഛനോട് ക്ഷമിക്കൂ ബാബാ. ബാബ തീർച്ചയായും ക്ഷമിക്കും. സോറി ബാബാ, വെരി സോറി. അച്ഛൻ എന്തിനാ വെറുതെ. ഇതാ ആരതി എടുത്തോളൂ. ആരതി സായി ബാബാ, 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 ആരതി സായി ബാബാ. എന്താടാ ഇത് രാവിലെ ഇഡ്ഡലി കഴിക്കാതെ പിസ്സ കഴിച്ചോണ്ടിരിക്കുന്നത്? പഠിത്തമൊക്കെ എങ്ങനെ പോന്നു? നന്നായിട്ട് പഠിക്കുന്നുണ്ട് അളിയാ. ഇവൻ കാരണം കോളേജിന്റെ പേര് വരെ പേപ്പറിലെത്തി. സത്യമാണോ? നിന്റെ മുത്തശ്ശൻ നീ സൈക്കോളജി PG ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നടാ. ഇവനിപ്പോ സെക്സോളജിയാ ചെയ്യുന്നത്. എന്തോന്നാ? സൈക്കോളജി. സൈക്കോളജി ഒരുപാട് സിലബസ് ഉണ്ട്. ഓരോന്നായിട്ട് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക. എന്നാ ഒന്നുപോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇവന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിലേ മിക്കവാറും ഈ വർഷം ഗിന്നസ് ബുക്ക് കേറും. അതെയോ? എക്സാം എപ്പോഴാ? അത് പിന്നെ പേൻ അന്വേഷിച്ചോണ്ടിരിക്കുക അളിയാ, എഴുതാനായിട്ടേ. എന്താടാ ഈ പറയുന്നേ? സൈക്കോളജി അല്ലേ, ദിവസം എക്സാം. എവരിഡേ. അല്ല, ഞാൻ ആരോടാ ചോദിച്ചത്? കൃഷ്ണനോട്. എന്നാ നീ മിണ്ടാതെ. എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പേര് വെച്ച് അവനെ വിളിക്കരുതെന്ന്? അദ്ദേഹത്തെ അല്ല, നിങ്ങളെ വിളിച്ചത്. ഞാൻ അവനോട് ചോദിക്കുമ്പോ നീ എന്തിനാ ഉത്തരം പറയുന്നത്? അതെന്തെന്നാൽ നമ്മളിപ്പോ കീബോർഡിൽ തട്ടുമ്പോ മോണിറ്ററിൽ വരില്ലേ, ഇതും അതുപോലെയാ. പുള്ളിക്ക് മനസ്സിലായില്ല. നീ ചമ്മന്തി ഒഴിക്കും. അതായത് അളിയാ, വീട്ടിലെ കാര്യം ഞാൻ തന്നെ നോക്കണം, അവന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം. പയ്യൻ വഴിതെറ്റി പോയാ അതൊക്കെ പണ്ടേ തെറ്റില്ലേ? അത് പിന്നെ അപ്പൊ എന്നോട് ചോദിച്ചില്ലേ? ആ ചോദ്യത്തിന് ഉത്തരം പറയാത്തോണ്ടാ ഇപ്പൊ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നത്. എല്ലാ ഉത്തരവും പറഞ്ഞാ താൻ ഇവിടുന്ന് പുറത്തു കൊണ്ടുവരും. മോനെ, ഇന്ന് നിന്റെ പ്രോഗ്രാം എന്താ? അത് പിന്നെ കോളേജിലേക്ക്, ഹോട്ടലിലേക്ക്, പിന്നെ വീട്ടിലേക്ക്. അതിനിന്ന് സൺഡേ അല്ലേ? അമ്മോ, അത് പിന്നെ ആനുവൽ എക്സാം നടക്കല്ലേ? അതിനെന്തിനാ ഹോട്ടൽ? ബൊഫേളിയാ, ബൊഫേ. എന്തൊക്കെയോ വട്ടു പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്ത് എപ്പ മനസ്സിലായി? കൃഷി രാമനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ സീതയായിട്ട് അഭിനയിക്കില്ല സർ. രാമന് കൃഷ്ണൻ അല്ലാതെ വേറെ ആരെങ്കിലും വേണം ഇടാം, പക്ഷെ സീതയ്ക്ക് നീ അല്ലാതെ വേറെ ആരും ഇല്ല. ഹേമേ, സീതേ,
ഈ മനോഹരമായ കാട്ടിൽ എത്രയോ വർണ്ണങ്ങളിലുള്ള മരങ്ങളും പൂക്കളും മൃഗങ്ങളും ഒക്കെ ഉണ്ടെന്നറിയോ? എന്റെ മോളാ ഇപ്പൊ തന്നെ ദൃഷ്ടി ചുറ്റിയിടണം. എല്ലാം വീട്ടിൽ പോയിട്ട് ചെയ്യാം. നാഥ, എനിക്ക് വേണ്ടി ആ സ്വർണ്ണമാനെ പിടിച്ചോണ്ട് തരുമോ? പിടിച്ചോണ്ട് വരാൻ അത് പൂവൻകോഴിയുമല്ല, അയാൾ ശിക്കാരിയുമല്ല, ശ്രീരാമനാ. എന്തെങ്കിലും വലുതായിട്ട് പറയാൻ നോക്ക്. ശരി ദേവി, നിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. ലക്ഷ്മണ, സീതയെ ഭദ്രമായി നോക്കണേ. ജ്യേഷ്ഠത്തിയമ്മേ, ഈ രേഖ ഒരിക്കലും മറികടക്കരുത്. ഞാൻ പോയി ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരാം. ശരി. പോയി വരാം. ആ രാവണൻ എവിടെ പോയി? എനിക്കറിയില്ല. ഇതാ എത്തിപ്പോയി. എടാ രാവണാസുര വന്നിട്ടുണ്ടാ. സന്യാസിക്ക് ഭിക്ഷ തരൂ, സന്യാസിക്ക് ഭിക്ഷ തരൂ, വേഗം ഭിക്ഷ എടുത്തോണ്ട് വരൂ. വെച്ചാ എങ്ങനെയാ? വേഗം ഭിക്ഷ തന്നേക്ക, എന്റെ അടുത്തേക്ക് വന്ന് ഭിക്ഷ താ. രാമനായിട്ട് വന്നപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞു. അതാ രാവണനായിട്ട് വന്നത്. പറ്റില്ലെന്ന് പറഞ്ഞ പൊക്കിക്കൊണ്ട് പോകും ഞാൻ. ഞാൻ ഈ രേഖ കടക്കുകയില്ല, നിനക്ക് ഭിക്ഷ തരികയില്ല. ഞാൻ ഈ രേഖ കടക്കുകയില്ല, ഭിക്ഷ കൊടുക്കയില്ല. നീ ഇപ്പുറത്ത് വന്നില്ലെങ്കിൽ രാമായണം തന്നെ തീരും. രാവണൻ മരിച്ചേ മതിയാകൂ. പെട്ടെന്ന് രേഖ കിടക്ക്. പറ്റില്ല, ഞാൻ കടക്കില്ല. ഞാൻ കിടക്കാം. ഞാനേ സീതയാ. ഈ രേഖ മറികടന്ന നിന്റെ തല ഞാൻ തല്ലി പിടിക്കും, പറഞ്ഞേക്കാം. സീതേ, മണ്ട പൊട്ടിയാലും കുഴപ്പമില്ല. നിന്നെ വിട്ടിട്ട് പോയില്ല. വായന്റെ കൂടെ ഒന്ന് വേഗം വാടാ. അവനെ പിടിക്ക്. ആ കൊച്ചിനെ വിടുന്നുണ്ടോ? വേഗം പിടിക്ക്. ശ്രീരംഗധാമീശ്വരീം ദാസീഭൂത സമസ്ത ദേവവനിതാം ലോകേ. എടാ രാവണ, എന്നെ വിട്. ഞാൻ പറയുന്നൊന്ന് കേക്കടാ. വിട് എന്നെ. വിടടാ. ശ്രീരാമ, എപ്പോഴാ എനിക്ക് ദർശനം തരിക? രാമനെ വിളിച്ചപ്പോ രാവണനാണല്ലോ വരുന്നത്. എടുത്തോ സീതേ, പെട്ടെന്ന് വാ. രാമനെടുത്ത് രാവണൻ തൊട്ട് ആഹാ, രാമനെടുത്ത് ആരതി രാമൻ തന്നെ തൊട്ട് തൊഴുവാണല്ലോ. ആഹാ, തുണയ്ക്ക് കൂടെ ഹനുമാനുമുണ്ടല്ലോ. രാവണന്റെ അടുത്തുനിന്ന് സീതയെ രക്ഷിക്കണേ ഭഗവാനെ. അവിടെ എല്ലാം തീരും. നടക്ക്. പട്ടാ പകൽ തന്നെ കിഡ്നാപ്പാ? കിഡ്നാപ്പല്ല, ഡ്രാമയാ. ഞാൻ രാവണാസുരൻ, ഇവൾ സീത. സത്യാണോ? അല്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ട് എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവാ. രാവണന് സീതയോട് ദേഷ്യം ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ഉണ്ടല്ലോ. അതുകൊണ്ടാ കൊണ്ടുപോകുന്നത്. ഒന്ന് മാറ. രാമായണ ആണെങ്കിലും ശരി, എന്റെ പെങ്ങളായ സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോ ഞാൻ നോക്കി നിൽക്കില്ല. അവൻ അപ്പ തന്നെ അറസ്റ്റ് ചെയ്യും. ഇതൊക്കെ പറയാൻ നീ ജഡായുവോ ഹനുമാനോ? രണ്ടുപേരുമല്ല, കോൺസ്റ്റബിൾ. രാമായണത്തിൽ കോൺസ്റ്റബിൾ ക്യാരക്ടർ ഇല്ല. മാറേ. അങ്ങോട്ട് ശ്രീലങ്കയ്ക്ക് എന്നെ വീട്. മഹാഭാവി നിക്കടാ. കൃഷ്ണമോനെ, ഇത് എവിടേക്കാ? ശ്രീലങ്കയ്ക്ക് ഏതെങ്കിലും ബോട്ട് കിട്ടുമെന്ന് വിചാരിച്ച ഇങ്ങോട്ട് വന്നത്. ഈ കടലിവിടല്ലെങ്കിലേ ലങ്ക വരെ വലിച്ചഴിച്ചോണ്ട് പോവോ? അതിനുവേണ്ടി രാമായണം ഇങ്ങനെ നടുറോടി കാണിക്കുന്ന ഒട്ടും ശരിയല്ല കൃഷ്ണമോനെ. കൃഷ്ണമോനെന്നോ? മോനാന്ന് പറഞ്ഞ് മടിയെടുത്ത് വെച്ച് കൊഞ്ചിക്കോ. എന്റെ മോളെ പിടിച്ചോണ്ട് പോയവനെ പോലീസിൽ പിടിച്ച് കൊടുക്കാൻ നോക്ക വേഗം. എത്ര പോലീസ് വന്നാലും കൃഷ്ണമോനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ഇവനെന്താ രണ്ട് കൊമ്പുണ്ടോ? സിറ്റിയിലെ നമ്പർ 1 കോടീശ്വരൻ മുരളീകൃഷ്ണൻ സാറിന്റെ മോനാ. അയ്യോ എന്റെ അമ്മച്ചിയേ, നീ ഇങ്ങോട്ട് മാറുന്നേ. അയ്യോ എന്റെ ചക്കര മുത്തേ, നീ ഒരുപാട് ഉണങ്ങി പോയല്ലോടാ. ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാ. ബ്ലാക്ക് റോസോ? മൈ ഫേവറേറ്റ് കളർ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു റോസ് കണ്ടിട്ടേ ഇല്ല. അത് വലിയ പ്രശ്നമൊന്നുമല്ല. എന്നെ പോലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചായ എടുത്തോ മോനെ. ഓ താങ്ക് യു. ആരാടി ഈ പിച്ചക്കാരൻ? രാവണനാണെന്നേ. രാവണനെ എന്തിനാണ് നീ വീട്ടിൽ കയറ്റിയിരുത്തിയിരിക്കുന്നത്? അതുമല്ലാതെ രാവണനും സീതയും വളരെ ക്ലോസ് ആണല്ലോ. അത് പിന്നെ ചേട്ടാ, ഇവര് രണ്ടുപേരും ക്ലോസ് ആയി കഴിഞ്ഞാ പിന്നെ നമുക്കാ ലാഭം. ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മിണ്ടാതിരിക്ക. അവരെ രണ്ടുപേരും ഇന്ന് നോക്കിയേ. ഫഹദിനെ നസ്രിയയും പോലെ എന്ത് നല്ലൊരു ജോഡിയാ. ഇത് ഫഹദ് കേക്കണ്ട, അവൻ അസുരനാ, ഓർമ്മ വേണം. അതിനെന്താ, കോടീശ്വരനാ. എന്നാലും രാക്ഷസനാടി. പെണ്ണിനെ അടിച്ചോണ്ട് പോകുന്ന ഇവന്റെ ഒരു ഹോബിയാ.
അത് അവന്റെ ക്യാരക്ടറാ ചേട്ടാ. ഇവന്റെ അച്ഛനെ ഇവിടുത്തെ വലിയ കോടീശ്വരനാ, കൃഷ്ണൻ മുതലാളി. നല്ല രസമുണ്ട്. കണ്ടോ കണ്ടോ, ഇപ്പോഴാ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിരിക്കുന്നത്. ആ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് പ്രേമമായി, ആ പ്രേമം വളർന്ന് കല്യാണമായി. ഇവൻ നമ്മുടെ മരുമകനായി, നമ്മളാ വലിയ വീട്ടിലേക്ക് ഷിഫ്റ്റായി. ആ ബെൻസുകാർ നമ്മുടേതായി. ആ ബെൻസുകാരിൽ നമ്മള് വേട്ടയ്ക്ക് പോയാ എങ്ങനെയുണ്ടാവും ഓർത്ത് നോക്ക്. അങ്ങനെയാണെങ്കിൽ മാസാമാസം ഞാൻ ശമ്പളം തരേണ്ട ആവശ്യമില്ല അല്ലേ? തന്നെ പോലൊരു മരമണ്ടൻ അപ്പോഴേ ജോലിയെ കുറിച്ച് ഓർക്കുള്ളൂ അല്ലേ? ഞാൻ കോടീശ്വരന്റെ ലെവലിൽ ചിന്തിക്കുമ്പോ ഇവിടെ നിന്ന് മാസശമ്പളത്തിന്റെ കാര്യം പറയാതൊന്നും പോകുന്നുണ്ടോ? ഈ ജോഡി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണം.